നിയമവും ന്യായവും ഒക്കെ എനിക്കും അറിയാം. അപ്പൊ ഇനി 2 കോടി? മണ്ണാൻ കട്ട. 1 രൂപ കൊടുത്തിട്ടില്ല നീ. കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ കാണിക്കണം. 2 കോടി രൂപയുടെ സോഴ്സ് കാണിക്കുക. ടാക്സ് അടച്ചതിന്റെ ഡീറ്റെയിൽസും കാണിക്കുക. അതിന് ഞങ്ങൾ ബാങ്ക് വഴിയല്ല കൊടുത്തത്, ക്യാഷ് ആയിട്ടാ കൊടുത്തത്. 2 ലക്ഷം രൂപ കൂടുതൽ ക്യാഷ് ആയിട്ട് ആർക്കും കൈമാറാൻ പാടില്ലെന്നാണ് നിയമം. അത്തരം കൈമാറ്റം നടന്നാൽ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ബ്ലാക്ക് മണി ആണെങ്കിലും ക്യാഷ് ക്യാഷ് തന്നെയല്ലേ? അപ്പൊ എങ്ങനെയാ സാറേ, രണ്ടിനെയും അറസ്റ്റ് ചെയ്തും കൊണ്ടുപോകല്ലേ? ബ്ലാക്ക് മണിയാണ് കൈവശം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാ സർക്കാരിന് ടാക്സ് കൊടുക്കാതെ പൂഴ്ത്തി വെച്ച കള്ളപ്പണം. ഇനി ആ സോഴ്സും കൂടെ കിട്ടിയ കംപ്ലീറ്റ് ആയി. ബ്ലാക്ക് മണി എന്ന് ഞാൻ പറഞ്ഞത് റെഡി ക്യാഷ് കൊടുത്തു എന്നാ. അത് ഞാൻ ഗൾഫിൽ വെച്ച് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അപ്പൊ ഇത് കൂടുതൽ രേഖയായി. സുമേഷേ, NRI അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നീ കാണിച്ചേ പറ്റൂ. അതും ബാങ്ക് വഴിയല്ലേ ഇവിടെ എത്തൂ. ഗൾഫിൽ സമ്പാദിച്ച പണം ബാങ്ക് വഴിയല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേര് കുഴൽ പണമെന്നാണ്. ദിവ്യ, അപ്പൊ എങ്ങനെ?